നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സ്വലാത്ത് ചൊല്ലുന്ന അതിൽ തന്നെ പലരും പറയാറുണ്ട് അത് കണ്ടിന്യൂ ആക്കാൻ കഴിയുന്നില്ല എന്ന് വളരെ വിഷമം പറയാറുണ്ട്. ഈ കഷ്ടപ്പെട്ട് ചെല്ലുന്നതിൻ്റെയും ഇഷ്ടപ്പെട്ട് ചെല്ലുന്നതിൻ്റെയും വ്യത്യാസം എന്താണ്? കഷ്ടപ്പെട്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ 1000 ആക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. അതേ സ്ഥാനത്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ 10,000 ആകാൻ വളരെ എളുപ്പവുമായിരിക്കും. അതെന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്? ഈ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ നീ അവരെ സ്നേഹിക്കുന്ന അടിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങളവരെ സ്നേഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണോ? പറഞ്ഞ് സ്നേഹിക്കേണ്ടതാണോ? മറിച്ച് സ്വയം അറിഞ്ഞ് മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് വരണം. അങ്ങനെ വരുമ്പോൾ ആ ഇഷ്ടത്തോടു കൂടി വരുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഒരുപാട് ചെല്ലാൻ കഴിയും. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ആ ഇഷ്ടം ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കഷ്ടപ്പെടേണ്ടി വരുന്നത്. കാരണം ഇഷ്ടമില്ല, അവിടെ കഷ്ടപ്പെട്ട് നമുക്കത് എണ്ണം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോവുകയാണ്. അതാണ് അവിടെ സ്വലാത്ത് മാത്രം നാവിലെ നടക്കുന്നുള്ളൂ, ഹൃദയത്തിൽ മദീനയില്ല. അതേ സ്ഥാനത്ത് ഹൃദയത്തിൽ മദീനയും നാവിൽ സ്വലാത്തുമായി നമ്മൾ ഇഷ്ടത്തോടെ മഹബത്തോടെ ഇഷ്ക് വെച്ച് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന് വല്ലാത്ത മധുരമായിരിക്കും. അത് 1000 അല്ല 10,000 കടന്നു പോയാലും നമ്മളറിയില്ല. നമ്മൾ വീണ്ടും അധികരിക്കും. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് എത്രത്തോളം നമ്മുടെ നിർബന്ധമായ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ സ്വലാത്തിലായിട്ട് ലയിച്ചുകൊണ്ടിരിക്കും. അത് ഈ ഒരു ഇഷ്ടം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ ആ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. നാം പറയുന്ന വാക്കുകളിലല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, നാം എഴുതുന്ന വരികളിലല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്, നാം വെക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകളിലല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നുണ്ടാവണം ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്. അങ്ങനെ ഒരു ഇഷ്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അല്ലാതെ വെറുതെ ഒരു സ്റ്റാറ്റസിൽ മാത്രം മദ്ഹ് സോങ് വെച്ചുകൊണ്ട് നമ്മൾ വലിയ മഹബത്തായി, നമ്മൾ വലിയ ആശിക്കാണെന്ന് പറയലല്ല. ഉണ്ടെങ്കിൽ ആ മഹബത്ത് ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു കഷ്ടപ്പാടാകില്ല. നമുക്ക് ഇഷ്ടത്തോടെ തന്നെ ചെല്ലാൻ കഴിയും. അല്ലാഹു തആല ഇഷ്ടം വെച്ച് സ്വലാത്ത് ചൊല്ലുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആ കറുത്തിരണ്ട ഹൃദയത്തെ സ്വലാത്ത് ചൊല്ലി അതിനെ ഭംഗിയാക്കി ഒരു വെള്ള പേപ്പർ പോലെ ശുദ്ധമായി ഹൃദയത്തെ ശുദ്ധമാക്കി ആ നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥമായി കൽബറിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.